അപ്പോ നാളെയാണ് 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 എന്താണ് നാളെ? എന്താണ് നാളെയാണ് ഞങ്ങൾ RCB കപ്പടിക്കാൻ പോകുന്നത്. ആര് പഠിക്കാൻ പോകുന്നു? നിങ്ങളുടെ RCB. RCB കപ്പടിക്കുന്ന ഓർത്തിരിക്കണോ? ഈ പുച്ഛമൊക്കെ നമുക്ക് നാളെ കാണാം. എങ്ങനെയുണ്ട് ഞങ്ങൾ ക്രീസിൽ, എങ്ങനെയാണ് ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഈ പുച്ഛിച്ച് ചിരിയുണ്ടല്ലോ, ഇതിനുള്ള റിസൾട്ട് എല്ലാം നാളെ ഞങ്ങൾ കാണിച്ചിരിക്കും. അതൊക്കെ കാണിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. കാരണം മൈതാനത്തിലാണ് കാണിക്കേണ്ടത്. കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല, ബാറ്റ് കൊണ്ട് കാണിക്കണം. ബാറ്റ് കൊണ്ട് കാണിച്ചത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഫൈനലിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. അതായത് RCBയും പഞ്ചാബും തമ്മിലുള്ള മത്സരം. RCB എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയാണെങ്കിലും ആ ക്ലബിന്റെ അല്ലെങ്കിൽ ആ ടീമിന്റെ മുഖം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. ഇത് സംശയമൊന്നുമില്ല. വിരാട് കോഹ്ലി. എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ മുഖം എന്ന് പറയുന്നത് ശ്രേയാസ് അയ്യറുമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ചിത്രമാണ് വരുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് യാതൊരുവിധ വിരോധവും ഇല്ല. അതുമാത്രമല്ല, വിരാട് കോഹ്ലി ആരാധകൻ എന്ന നിലയിൽ വിരാട് കോഹ്ലി ആദ്യമായിട്ടൊരു RCBക്ക് വേണ്ടി ഒരു കപ്പ് എടുക്കുക എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ തവണത്തെ കപ്പ് അർഹിക്കുന്നത് ശ്രേയാസ് അയ്യറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പറയാനില്ലേ? പറയട്ടെ, പറഞ്ഞാലല്ലേ തിരിച്ചു പറയാൻ പറ്റുന്നത്. അതായത് ശ്രേയാസ് അയ്യർ കഴിഞ്ഞ വർഷം കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ് പാടുന്നത്. സോ അത് മാത്രമല്ല, കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. പക്ഷേ എന്താ ഒരു പുച്ഛം ഈ ശ്രേയാസ് അയ്യർ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം പോലെ. ശ്രേയാസ് അയ്യർ ഞാൻ പുച്ഛിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിരാട് കോഹ്ലിയെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ശ്രേയാസ് അയ്യർ ഞാനും ബഹുമാനിക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ ഇപ്പൊ ഞാനും വരുന്നത്. അതായത് ശ്രേയാസ് അയ്യർ നമ്മുടെ ഡൽഹി, കൊൽക്കത്ത, ഇപ്പതാ നമ്മുടെ പഞ്ചാബ്, ഈ 3 ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട്. സംഭവം നമ്മൾ അംഗീകരിക്കണം. മൂപ്പരുടെ ക്യാപ്റ്റൻസി അടിപൊളിയാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ടീം ഒട്ടും മോശമല്ല. ശ്രേയാസ് അയ്യർ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ടീമിന്റെ ക്യാപ്റ്റൻസി മൂപ്പരുടെ കഴിവെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനിപ്പുറത്തേക്ക് അവർക്ക് എതിരായിട്ടുള്ളൊരു വലിയൊരു ടീം തന്നെയാണ് ഞങ്ങൾ. ലൈക്ക് 2 ടീമിൻ്റെയും ഒരു മെയിൻ ഫാക്ട് എന്തെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഫൈനലെത്താണ്. അതായത് ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും കപ്പ് 2 പേർക്കും അത്യാവശ്യം, ഇല്ലെങ്കിൽ 2 പേരും ഒരുപോലെ, 2 ഫാൻസും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കൊല്ലത്തെ IPL കപ്പ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് അതിൻ്റെ സന്തോഷം ഇല്ല എന്നല്ല. ശ്രേയാസ് അയ്യർ എന്നൊരു വ്യക്തിയെ വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, സന്തോഷം. എന്തുകൊണ്ടാണെന്നറിയാം? അതായത് ഈ അപമാനിക്കപ്പെട്ടവന്റെ കൂടെ വേണം നമ്മൾ നിൽക്കാൻ. ശ്രേയാസ് അയ്യർ അപമാനിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം കപ്പ് എടുത്തിട്ട് പോലും കൊൽക്കത്ത ടീം അദ്ദേഹത്തെ നിലനിർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാനോ, എന്തിന് അറ്റ്ലീസ്റ്റ് ഒന്ന് ടീമിലെടുക്കാൻ പോയി തയ്യാറായി. അങ്ങനെ ഒരു അപമാനിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ തവണ ഫൈനലിൽ വരികയും ഇതും കണ്ടു കാണുമല്ലോ. സെമി ഫൈനലിൽ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ക്വാർട്ടറിൽ അദ്ദേഹത്തിന്റെ മികവ് കൊണ്ട് മാത്രം ജയിച്ചു ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അവസാനത്തെ ഓവറുകളിൽ ശ്രേയാസ് അയ്യർ ഇല്ലായിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു ചിലപ്പോ. അതായത് കഴിഞ്ഞ മാച്ചിൽ ശ്രേയാസ് അയ്യർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മുംബൈ ഇന്ത്യൻസ് ആ ഒരു ടീം മൊത്തം മേക്ക് ചെയ്ത 6-നേക്കാൾ കൂടുതലാണ് ശ്രേയാസ് അയ്യർ. അതായത് 6 6ഉം 5 4 ഉൾപ്പെടെ 87 റൺസ് ശ്രേയാസ് അയ്യർ 87 റൺസ് ശ്രേയാസ് അയ്യർ എടുത്തിട്ടുണ്ട്. അപ്പോ അതിനർത്ഥം അങ്ങേരുടെ ഒരു കഴിവുണ്ട്. അല്ല, നമ്മൾ അതായത് ഞാൻ RCB ഫാനാണ്, സംഭവം അതൊക്കെ ശരിയാ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ശ്രേയാസ് അയ്യർ എന്നുള്ള വ്യക്തിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം ഞങ്ങൾ തോൽക്കും, ഞങ്ങൾ വിട്ടുതരും എന്നല്ല. ആ ഒരു വ്യക്തിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ആര് പറഞ്ഞു? ശ്രേയാസ് അയ്യരുടെ കാര്യം എനിക്ക് പറഞ്ഞൂടെ? ശ്രേയാസ് അയ്യർ ഇങ്ങനെയാണെന്ന് ഇപ്പൊ പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ പറ്റി പറയാം. അതിനർത്ഥം ഇപ്പൊ വിരാട് കോഹ്ലി മാത്രമാണെന്ന് വിചാരിച്ചിട്ടില്ല. ഏതൊരു ടീമിനും നല്ലൊരാൾ നമ്മൾ പറയണം. പക്ഷെ അയാൾ ഒരൊറ്റ ആള് മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ കളി ജയിക്കണം എന്നൊന്നുമില്ല. അത് വേറൊരു കാര്യം. അതായത് ഇപ്പൊ ശ്രേയാസ് അല്ല, നമ്മളിപ്പോ എന്നും ചക്കട്ട മോലി ചാവുന്നില്ല. അല്ല, അതിന് മുന്നേ നിങ്ങൾ ചക്കട്ട മോലാത്ത പോലെ ആണല്ലോ. അതായത് ഞങ്ങളായിട്ട് തൊട്ട് മുന്നേ മത്സരം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. അന്ന് എന്തുകൊണ്ട് ജയിച്ചില്ല ഈ പറഞ്ഞ ആളുകള്? അതെ, അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. അതായത് നിങ്ങൾ എങ്ങനെ കളിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു,
കൃത്യമായിട്ടുള്ള ഫസ്റ്റ് ക്വാളിഫയറിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുന്നത് കാണണമായിരുന്നു. അതായത് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുക്കി മൂളി നിങ്ങളിങ്ങനെ മുക്കി മൂളി റൺസ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ കളിയിൽ കണ്ടതാണല്ലോ. അതും എന്താ മീൻസ് എല്ലാവരും പലതവണ മീൻസ് ഫാൻസുകൾ എല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പല മിസ്റ്റേക്കുകൾ പോലും തിരുത്താതെ നിങ്ങളുടെ ടീമിന്റെ ഒരു മിസ്റ്റേക്ക് എന്തായാലും നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ടീം അങ്ങനെയല്ല. ഞങ്ങൾ ഓരോ മാച്ചിലും ഞങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടോ അത് തിരുത്തിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് മാച്ചിലോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഇന്നലെ കളിച്ച കളിയിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് ഞങ്ങളുടെ ടീമിന് അറിയാം. അതുപോലെ അത് നാളെ നമുക്ക് അവിടെ കാണുകയും ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നിലവിൽ 3 മത്സരത്തിൽ പരാജയപ്പെട്ടാരാ നിങ്ങള്. എന്താണ് പരാജയപ്പെട്ടവന്റെ കൂടെ ഞാൻ നിൽക്കാൻ കാരണം അതാ. 3 തവണ തോറ്റവന് ഒന്നിൽ പഴച്ചാൽ 3 കഴിഞ്ഞു. ഇനി 4ാമത്തെ കൺഫേം ദൈവം നേരിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കും. നമുക്ക് കാണാം ദൈവം നേരിട്ട്. എന്തടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂർ ജയിക്കും? എന്തടിസ്ഥാനത്തിനാണ് നിങ്ങളുടെ പഞ്ചാബ് ജയിക്കും എന്ന് പറയുന്നത്? ഞാൻ പറയാം, RCBയേക്കാൾ മികച്ച ബാറ്റിംഗ് ലൈനപ്പാണ് പഞ്ചാബിന് അവകാശപ്പെടാനുള്ളത്. സംശയമുണ്ടോ? ഒരു കാര്യം പറയട്ടെ, വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ആ ഒരു വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ഈ ഒരു കോംബോ ഉണ്ടല്ലോ, വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, അതായത് മാച്ചിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ആ ഒരു ഗതി മാറ്റിമറിക്കാൻ ഈ ഒരു കോംബോ മാത്രം മതി. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ടീമിൽ എത്ര വലിയ ബാറ്റ്സ്മാൻ അങ്ങനെ ഒരു കാര്യം പറയട്ടെ, നഞ്ഞെന്തിന് നാനായി എന്ന് പറഞ്ഞ അവസ്ഥ ഒന്നുമില്ല ഞങ്ങൾക്ക്. അതായത് ഞങ്ങളുടെ ഈ അതായത് ഒരൊറ്റ വജ്രായുധം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പ്രയോഗിക്കേണ്ട സമയത്ത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ ഒരിക്കലും 2020 ഫോർമാറ്റിൽ പറ്റുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്നറിയാമോ? 135 140 അങ്ങോട്ടോ. അദ്ദേഹം കളിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ 100% അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ 37 വയസ്സായി. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന രീതിയിൽ ഇപ്പോൾ കളിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പ്രായം ഒരു വിഷയമല്ല, പുള്ളിക്ക് ഫിറ്റ്നസ്സും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കളി എല്ലാവരും, അതായത് വിമർശകർ മൊത്തം അംഗീകരിക്കുന്ന കാര്യമാണ്, വിമർശകർ മൊത്തം പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കളി 2020ക്ക് പറ്റുന്ന രീതിയിലുള്ളതല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ബോൾ ഒരുപാട് പാഴാക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ഒരു സെഞ്ചുറി വിരാട് കോഹ്ലി അടിക്കണമെങ്കിൽ മിനിമം 60 ബോൾ, അതായത് 10 ഓവർ കളി. ഞങ്ങളുടെ നാട്ടിൽ കിളക്കുക എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? കിളയ്ക്കും കുറേ. അതാണ് അതാരാ കളിക്കാൻ പോകുന്നുള്ള നമുക്ക് നാളെ കാണാലോ. ഏത് ടീം ആരൊക്കെ ഏത് പ്ലേയേഴ്സ് എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് നാളെ കാണാം. അപ്പൊ പക്ഷെ ഫിൽ സാൾട്ട് ഒന്നാന്തരം ബാറ്റ്സ്മാനാണ്. ഫിൽ സാൾട്ട് എങ്ങാനും നാളെ ഓൺ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു അത്ഭുതം മിറാക്കിൾ സംഭവിക്കാം. പക്ഷെ നേരെ തിരിച്ച് പഞ്ചാബിന്റെ ഓപ്പണിംഗ് ജോഡികൾ എന്ന് പറഞ്ഞാൽ പ്രഭ് സിമ്രാനും ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ജോഡികളാണ് പ്രഭ് സിമ്രാനും നമ്മുടെ പ്രിയൻ ഷാരിയും. രണ്ടുപേരും യുവാക്കളാണ്. പ്രിയൻ ഷാരിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 21-22 വയസ്സെങ്ങാണ്ടുള്ളതാണ്. ചെറിയ പയ്യനാണ്. അടുത്ത ഇനി ഭാവി ഇന്ത്യയിലേക്കുള്ള ഒരു എന്താ പറയുക വാഗ്ദാനം എന്നൊക്കെ പറയാവുന്ന അത്രയും നല്ല ഓപ്പണിംഗ് ജോഡി തുടങ്ങി കൊടുക്കുന്നത്. തൊട്ട് പിന്നാലെ ശ്രേയസ് അയ്യർ വരും, അതിൻ്റെ പിന്നാലെ മാർക്കസ് സ്റ്റോയിനിസ് വരും, അതിൻ്റെ പിന്നാലെ ശശാങ്ക് സിംഗ്. പഞ്ചാബ് കിങ്സിൻ്റെ ഞങ്ങളുടെ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഓപ്പണിംഗ് തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ജോഡികളാണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്തതെന്നല്ല, നിലവാരം ഉണ്ടായിട്ടും ആ നിലവാരം കൊടുക്കാത്തത് എന്നാണ് എൻ്റെ അർത്ഥം, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ടും നിലവാരം ഉള്ളതെന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ 14 കളിയിൽ തന്നെ ഏകദേശം ഒരു 3 തവണയെങ്ങാണ്ടോ 3, 4, 5 കളികളിൽ 50 റൺസിൻ്റെ മുകളിൽ പാർട്ണർഷിപ്പും, അതുപോലെ ആദ്യത്തെ 4 ഓവറുകൾക്കുള്ളിൽ തന്നെ എപ്പോഴും ഒരു 50 പാർട്ണർഷിപ്പ്. അതായത് പവർ പ്ലേ ഓവറുകൾ. എന്താണെന്നറിയാമോ പവർ പ്ലേ ഓവറുകൾ? പറഞ്ഞുതരാം. പവർ പ്ലേ ഓവറുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 ഓവറുകൾ എന്ന് പറയുന്നത് നമ്മുടെ 30 യാർഡ് സർക്കിളിനുള്ളിൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? 30 യാർഡ് സർക്കിളിൻ്റെ പുറത്ത് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. 2 പേർക്കേ പറ്റുള്ളൂ. ബാക്കി 9 പേരും ഈ 30 യാർഡ് സർക്കിളിൻ്റെ ഉള്ളിൽ നിൽക്കണം. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്താണ് ഈ വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടിനെ ഞാൻ പറയുന്നില്ല. വിരാട് കോഹ്ലി എന്ന് പറയുന്ന അധികായൻ മികച്ചൊരു ബാറ്റ്സ്മാനാണ്, ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാക്കുന്ന റെക്കോർഡിൽ രാജകുമാരനാണ്, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ 2020 ഫോർമാറ്റ് എന്ന രീതിയിൽ കളിക്കുമ്പോൾ ആദ്യത്തെ 6 ഓവറുകളാണ് ഏറ്റവും നിർണായകം. ആ 6 ഓവറുകളിൽ കൃത്യമായിട്ട് കളിക്കാൻ വിരാട് കോഹ്ലിക്ക് ഒരു എന്താ പറയുക
അതിനുള്ള ഒരു ശേഷി ഇപ്പൊ കാണുന്നില്ല എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നീ അംഗീകരിക്കലായിരിക്കും, എങ്കിലും അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ച് ഈ പ്രഭ് സിമ്രാനും അതുപോലെ തന്നെ പ്രിയൻ ഷാരിയും ഇവർ രണ്ടുപേരുടെയും ഒരു എന്താ പറയുക വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഈ വെടിക്കെട്ട് എന്ന് പറഞ്ഞപ്പം ചുമച്ചാണോ അത്? ഇതൊക്കെ കാണണം, നാളെ കാണണം കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം വരുന്നത് ഇക്ലിസ്. വെടിക്കെട്ടെ ചില സമയത്ത് എന്താ പറയാ ഇങ്ങനെയുള്ളത് ഇങ്ങനെയാവാറുണ്ട്. അല്ല, വെടിക്കെട്ട് ചില സമയത്ത് മറ്റേ സൃഷ്ടിച്ചു പോകും, ഇങ്ങനെ ആയി വരും. അതുപോലെ ആവരുത്. അതായത് നിങ്ങൾ ഇങ്ങനെ ഫയർ ഇങ്ങനെ കൊടുക്കും പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആവാതെ ഇതാവരുത്. അത് കാണാതെ. പക്ഷെ ഞാൻ പറയുന്നത്, അപ്പോഴും ഞാൻ നിന്നോട് പറയാണ്, അതിനുശേഷം വരുന്ന ആരാ? ഇഗ്ലിസ് ഒന്നാന്തരം ബാറ്റ്സ്മാനാണ്. അതിനുശേഷം വരുന്നത് ശ്രേയാസ് അയ്യർ, അതിനുശേഷം വധേര. ഇന്നലെ കണ്ടായിരുന്നു, വധേരയുടെ കളി കണ്ടായിരുന്നോ? 2 ദിവസം മുന്നേ ഞാൻ കണ്ടായിരുന്നു. ഈ 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരു RCB. എന്തുകൊണ്ട് 3 മത്സരങ്ങളിൽ ഉണ്ടായിട്ട് ഞങ്ങളുമായിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു? അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ കഴിവില്ലായ്മ. 3 മത്സരങ്ങളിലും ഇപ്പൊ നിങ്ങൾ ഇത്രയും കുറ്റങ്ങൾ നിരത്തിയിട്ടും എന്തുകൊണ്ട് ഈ 3 ഒരു മത്സരമെങ്കിലും നിങ്ങൾക്ക് ജയിക്കായിരുന്നല്ലോ? അന്ന് എന്താ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വെറും ഒരു നിസ്സാരം ഒരു വലിയൊരു ടീമായിട്ട് പോലും കാണേണ്ട ആവശ്യമില്ല മത്സരത്തില്. ശരിക്കും കപ്പ് ഞങ്ങളുടെ തന്നെയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. വെറുതെ മത്സരം നടത്താം. അത് നിങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ ടീമിനെ എതിർക്കുന്നവർക്ക് പൊതുവേ ഉള്ളൊരു സംഭവം. അതായത് ഞങ്ങൾ കളിച്ച് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളൂ. കോഹ്ലിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കളിച്ച് തന്നെ കപ്പ് നേടാൻ പോകുന്നത്. അത് അന്തല്ലാത്ത അത് വെറുതെ എന്തെങ്കിലും പറയണല്ലോ എന്നുള്ള ആളുകളുണ്ടല്ലോ. വെറുതെ എന്തെങ്കിലും പറയുന്ന ആളുകൾക്ക് മാത്രമാണ് കോഹ്ലിക്ക് ഒരു കപ്പ്, അല്ലെങ്കിൽ മുമ്പേ മറ്റേ അമ്പയർമാരായിട്ട് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മറ്റേ കളി ജയിച്ചു കൊടുക്കണം. അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല. എന്തുകൊണ്ട് RCB കപ്പടിക്കണം അല്ലെങ്കിൽ കപ്പടിക്കും? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ വളരെ പരിതാപകരമായ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. അതുപോലെ സംശയമുണ്ടോ? ആകെ പറയാനുള്ളത് ജോഷ് ഹേസൽവുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഒരാളല്ല. അതൊരു കാര്യം പറയട്ടെ, ഒരു ഏതൊക്കെ കഴിവില്ലായ്മ എന്നല്ല, ഇല്ല മര്യാദയില്ല. ഒരു കാര്യം പറയട്ടെ, ഒരു മികച്ച ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞ കുറെ ആളുകൾ വെറുതെ ഒന്നും അല്ല ഞങ്ങൾ ടീമിൽ എടുത്തേക്കുന്നേ കേട്ടോ. ലിയാൻ ലിവിങ്സ്റ്റൺ, അതുപോലെ തന്നെ ഫിൽസാഡ്, അത് വിരാട് കോഹ്ലി കോംബോ. ഇത് മതി ഞങ്ങൾക്ക് ശരിക്കും കളി ജയിക്കാൻ. പക്ഷെ ഞങ്ങൾ ടീമിലുള്ള എല്ലാവരും, ഒരാളല്ല എല്ലാവരും ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് ഇപ്പോ. ഞാൻ പറയട്ടെ, അതായത് ആ ഒരു കളി തുടങ്ങി. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച ബോളേഴ്സ് ഉണ്ടോ? കുണാൽ പാണ്ഡ്യ, സുയേഷ്, ഭുവനേഷ് കുമാറും ഹേസൽവുഡും ഇവരുണ്ടെങ്കിൽ മതി. വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. ഈ 4 പടക്കുതിരകൾ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ തളച്ചിടാൻ ഞങ്ങൾ മാത്രം മതി. ഈ 4 അംഗം മാത്രം മതി. നിങ്ങളെ ബോളർമാരെ തടയിടാൻ ഞങ്ങളുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ബോൾ എറിഞ്ഞാലും അതിന്റെ അപ്പുറത്തേക്ക് 6ഉം 4കളും പറത്താൻ ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർ ഇവിടെയുണ്ട്. ബാറ്റ്മാൻ ആണെങ്കിലും സൂപ്പർമാൻ ആണെങ്കിലും അവസാനം ആ സൂപ്പർമാൻ ആയിട്ട് പറക്കാൻ പോകുന്ന വ്യക്തിയായിരിക്കും. അത് ഞങ്ങൾ RCB. അതെ ഞങ്ങൾ ശ്രേയസ് അയ്യർ അതിലൊരു കൂടുതലൊന്നും എനിക്ക് ആഗ്രഹമില്ല. കപ്പ് ഞങ്ങൾക്കുള്ളത്. അതായത് എനിക്ക് ഏറ്റവും ആഗ്രഹം പ്രീതി ചേച്ചിക്ക് കൊടുക്കങ്ങ കപ്പ്. അതെ, എനിക്ക് പ്രീതി സിംഗിനെ കാണുമ്പോ എനിക്ക് അപ്പൊ ഒരു പാട്ട് ഓർമ്മ വരും. എന്തറിയോ, അവരെ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരും. എന്താന്ന് വെച്ചാല് ഇങ്ങനെ കാത്തിരുന്ന പാട്ടില്ലേ, അതെ ആ പാട്ടാണ് എനിക്ക് നിങ്ങളുടെ ടീമിനെ കാണുമ്പോൾ, നിങ്ങളെ പ്രീതി സിംഗിനെ കാണുമ്പോൾ തോന്നുന്നത്. ആ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത്തവണയെങ്കിലും കപ്പടിക്കട്ടെ. തരില്ല, നീ തരില്ല എന്ന് പറഞ്ഞാൽ തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, വെറുതെ ആഗ്രഹിക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. വെറുതെ ആഗ്രഹിക്കാൻ വെറുതെ ആഗ്രഹിച്ചോളൂ. പാഴ്മോഹങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇനിയും നടത്താം. അതിനൊരു പ്രശ്നവുമില്ല. ഞാൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, വേണമെങ്കിൽ ഈശ്വര അവർക്കൊന്ന് കൊടുക്കണേ. അവരെ കുറേ 17 വർഷം അല്ലേ, 17 വർഷങ്ങൾക്കിപ്പുറം കപ്പിന് വേണ്ടി ഇങ്ങനെ വ്യാമോഹിക്കുന്ന, ഇങ്ങനെ കേഴുന്ന ടീമിന് 17 വർഷങ്ങൾക്ക് ശേഷം കേഴുന്ന മറ്റൊരു ടീമും കൂടി ഉണ്ട്. പേരെന്നറിയോ? പറഞ്ഞു തരട്ടെ. പക്ഷേ ഞങ്ങൾ നിങ്ങളെ പോലെയല്ല. IPL ചരിത്രത്തിൽ 3 തവണ ഞങ്ങൾ ഫൈനലിൽ വന്നിട്ടുണ്ട്.
മൂന്നാം തവണ എത്ര തവണ നിങ്ങൾ വന്നു? നിങ്ങൾ 2, ഞങ്ങൾ 3. അവിടെ നിങ്ങളെക്കാൾ കൂടുതൽ കഴിവ് തെളിയിച്ച ടീമാണ് ഞങ്ങളുടേത്. അതും കഴിഞ്ഞ 2016 ഫൈനലിൽ ഞങ്ങൾ വെറും 2016 ഫൈനലില് ഞങ്ങളിങ്ങനെ എന്താ പറയാ, കപ്പ് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോയത് വളരെ നിസ്സാര പോയിന്റുകൾക്കാണ്. അതിങ്ങനെ നമുക്കിങ്ങനെ പറയാം ഭാഗ്യമില്ലാത്തതുകൊണ്ട് മാത്രം ആ ഒരു കുറച്ച് 206 റൺസ് ആ ഒരു ഇതിൽ 6-7 റൺസിൻ്റെ വ്യത്യാസത്തിലായിരുന്നു ഞങ്ങളുടെ കപ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയത്. ആ ഒരു വിഷമം തിരുത്താനാണ് ഞങ്ങൾ ഈ 2025, അതായത് തോൽവിയിൽ തുടങ്ങി വിജയത്തിലെ ഞങ്ങൾ അവസാനിക്കും. ഇത് 2025 ഫൈനൽ. RCB ഇത്തവണ ഞാൻ പറയാലോ ഇപ്പൊ നമ്മുടെ RCB നേടും. അതായത് നമ്മളുടെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തില് നാളെ മത്സരം നടക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് ആ ഒരു സ്റ്റേഡിയത്തിന്റെ നാളെ ടോസ് പഞ്ചാബിന് നേടും. പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ പിച്ചിന്റെ ഒരു കൃത്യമായ ഒരു ബാറ്റിംഗ് പിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത് ബാറ്റ് ചെയ്യുന്ന ആൾക്കാർ 200 റണ്ണിന്റെ മുകളിൽ എടുത്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു വിജയസാധ്യത ഉണ്ട് എന്ന് പറയാം. 200 പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ സംഭവത്തെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞാലും പഞ്ചാബ് ഇപ്പോൾ മുംബൈക്കെതിരെ കഴിഞ്ഞ മാച്ചിൽ, അതായത് മുംബൈക്കെതിരെ ഇതുവരെ ഒരു ടീമും 200 റൺസിന്റെ മുകളിൽ ചേസ് ചെയ്തിട്ടില്ല. ഒരു ടീം ഇന്നേ വരെ IPL ചരിത്രത്തിൽ അങ്ങനെയുള്ള ആ ഒരു മുംബൈക്കെതിരെ ആരും ഇല്ല, ചേസ് ചെയ്തിട്ടില്ല. ഇന്നലത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെതിരെ പ്ലേ ഓഫുകളിൽ ആരും 200 റൺസ് ചേസ് ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, തിരുത്താം. ഓക്കെ, അപ്പോൾ ഈ 200 റൺസിന് മുകളിൽ ചേസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 200 പക്ഷെ അങ്ങനെ ഒരു സംഭവം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു റീസൺ, അതിനൊരു ഫാക്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് മുംബൈ ഇന്നേ വരെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ, അതായത് നരേന്ദ്രമോദി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ഒരു പക്ഷേ മുംബൈയുടെ എന്താ പറയാ ഭാഗ്യമില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ആ ഒരു റീസൺ കൊണ്ടും ആയിരിക്കാം. ഇല്ല, ഇന്നേ വരെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മുംബൈ ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് മുംബൈ എന്ന ടീമിനെ ആയിരുന്നല്ലോ നിങ്ങൾ ജയിച്ചിരുന്നത്. ആ ഒരു മത്സരത്തിനുണ്ടായിരുന്ന ഒരു ഫാക്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മുംബൈക്കെതിരെ ഉള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആധികാരികമായ ജയമായിരുന്നു പഞ്ചാബിന്. കാരണം ഒരു ഓവർ ബാക്കി നിർത്തിയാണ് 203 റണ്ണിൽ വളരെ ഈസി ആയിട്ട് ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അതിന് ഇന്നലെ മുംബൈ അവരുടെ ടീമിന്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്കുകളിൽ നിന്ന് പിടിച്ചു കയറി. അതായത് 13 റൺസിലാണെന്ന് തോന്നുന്നു ഒരു ക്യാച്ച് മിസ്സാക്കി പഞ്ചാബിന്റെ. ആ ഒരു ക്യാച്ച് ശരിക്കും അവർ മിസ്സാക്കി. ആ ഒരു മാച്ച് തന്നെയാണ് അവർ വെറുതെ അങ്ങ് കൊടുത്ത പോലെ ആയിപ്പോയത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പഞ്ചാബിനേക്കാൾ കൂടുതൽ ഫൈനൽ ടീമിനെ എത്തിക്കണം എന്നുള്ള ആ ഒരു ത്വര ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് ശ്രേയാസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റനാണ്. ഞാൻ പറയാനുള്ള കാരണം പിന്നെയും ഞാൻ ഈ പഞ്ചാബ് വിജയിക്കണം എന്ന് ആഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ശ്രേയാസ് അയ്യർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. കാരണം അപമാനിക്കപ്പെട്ടവനാണ് അയാൾ. ആ അപമാനിക്കപ്പെട്ട ആൾക്ക് ആ കനയ കിരീടം അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വിരാട് കോഹ്ലിയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല. വിരാട് കോഹ്ലിക്കും കപ്പ് കിട്ടിയാൽ സങ്കടമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു എന്താ പറയുക 100% ഒരു 55% അല്ലെങ്കിൽ 60% ഞാൻ ആഗ്രഹിക്കുന്നത് പഞ്ചാബ് ജയിക്കണം തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജയിച്ചെന്ന് പറഞ്ഞ് വിഷമമുള്ള ആളൊന്നും അല്ല ഞാൻ, മനസ്സിലായോ? അതായത് ഇപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടീം RCB ആണ്. പക്ഷെ RCB ആണെന്ന് വിചാരിച്ചിട്ട് RCB കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളതൊക്കെ ശരിയാ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശ്രേയസ് അയ്യർ എന്നുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഇത്രയും നന്നായി കളിച്ചിട്ട് ഒരു ടീമിൽ എടുക്കാത്തത് മാത്രമല്ല ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ആ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് മത്സരങ്ങളിൽ അത് ഇത്രയേറെ കഴിവുള്ളൊരു വ്യക്തിയെ എന്തിന് തഴയുന്നു എന്നുള്ളത് നമ്മൾ പൊതുവെ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കഴിവുള്ള വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഓരോ മാച്ചുകളിലും എങ്ങനെയാണ് അങ്ങേരുടെ ക്യാപ്റ്റൻസി, അതായത് കറക്റ്റ് ടൈമിൽ അത് എങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി കഴിവുള്ള ഒരാളാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനിപ്പുറത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ടീം RCB ആണ്. പക്ഷെ RCB
ജയിച്ചില്ല എങ്കിൽ എനിക്ക് പഞ്ചാബിന് കിട്ടിയെന്നൊരു സങ്കടം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരും അർഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫൈനലിൽ വന്ന 2 ടീമും ശരിക്കും കപ്പിന് അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചർച്ച കണ്ടല്ലോ, ഇതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവതി യുവാക്കൾ അല്ലെങ്കിൽ ഓരോ സ്പോർട്സ് പ്രേമികളുടെയും വീടിനുള്ളിൽ, അല്ലെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ, യുവതി യുവാക്കൾക്കിടയിൽ, ഇന്ന് വേണ്ട കൂട്ടുകാർക്കിടയിൽ എല്ലായിടത്തും നാളത്തെ IPL ആര് ജയിക്കും എന്നതാണ് ചർച്ച. എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ എല്ലാവരും 2 ടീമും ഒരുപോലെ ഈക്വൽ ആയിട്ട് ഈ ഒരു കപ്പിന് അർഹിക്കുന്നുണ്ട്. അതുപോലെ ആര് തോറ്റാലും ജയിച്ചാലും രണ്ടിലും സന്തോഷവും സങ്കടവും ഒരുപോലെ വരാൻ പോകുന്നൊരു ഫൈനലാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും 17 വർഷമായിട്ട് 2 ടീമുകളും ഒരുപോലെ ആഗ്രഹിക്കുന്നു. 2 ടീമുകളുടെയും ഫാൻസ് അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നാളെ നമുക്ക് കാണാം അല്ലേ? നാളെ നമുക്ക് കാണാം, ഞങ്ങളും കാണും, നിങ്ങളും കാണണം. കാണാനൊന്നുമില്ല, പഞ്ചാബ് കപ്പ്, RCB കപ്പ് കൊണ്ടുപോയിരിക്കും. അപ്പോൾ നാളെ നമുക്ക് കാണാം.